അപ്പോൾ തീർച്ചയായും ഈ സംവിധാനങ്ങൾ അലർട്ട് നൽകുക എന്ന പ്രക്രിയ പൂർത്തിയാക്കി കൈകഴുകുക മാത്രമാണോ ചെയ്തത്? ഇത് ചെയ്യേണ്ടിയിരുന്ന ആളുകൾ ഒരു നടപടി, കാരണം ഒരു ഡിസാസ്റ്റർ മുന്നറിയിപ്പുമായി ഒരു തരത്തിലും നമുക്ക് ആർക്കും ഒരു സ്റ്റേറ്റിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഓരോ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ദുർബല മേഖലയിൽ എടുക്കേണ്ടത് ഉൾക്കാഴ്ചയോടുകൂടിയുള്ള നടപടികളായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ 7 പേരാണ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, നേരത്തെ ഇപ്പോൾ ദമ്പതികൾ അടക്കമുള്ളവർ വിംസ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോയി. അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ രക്ഷപ്പെട്ട ആളുകൾ തലതാഴേക്ക് ഉള്ളവരുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ള ചികിത്സയിലുള്ള ആളുകളുടെ ഈ 7 പേരെന്നാണല്ലോ പറഞ്ഞത്, അതിൽ എത്ര പേരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്? ഗുരുതരാവസ്ഥയിലേക്ക് ആരുമില്ലല്ലോ. പ്രതീക്ഷ, ആശുപത്രിയിൽ 7 പേരാണുള്ളത്. അതിൽ ഒരാളുടെ ദിലീപ് എന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ജീവനക്കാരന്റെ തൊഴിലാളിയുടെ മാത്രമാണ് അല്പം ഗുരുതരാവസ്ഥയിലുള്ളത്. ഒരാൾ കൂടി ICUവിലുണ്ട്. പക്ഷേ ദിലീപിനാണ് അല്പം പരിക്ക് ഗുരുതരമെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ളത്. 2 പേർ ICUവിൽ കഴിയുകയാണ്. ബാക്കി 5 പേർ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അതീവ ഗുരുതരത്തിൽ സാരമായ ആ തരത്തിലുള്ള ഗൗരവത്തിലുള്ള പ്രശ്നമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് ഇവിടെ അപകടമുണ്ടായ സ്ഥലത്താണ്. അവിടെ ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 5 പേരെ കാണാതായി കിട്ടാനുണ്ടെന്നാണ് ഔദ്യോഗികമായി ഇവരിൽ നിന്നും നമ്മുടെ പോലീസും റവന്യൂ സംവിധാനവും ഒക്കെ പറയുന്നത്. പക്ഷേ നാട്ടുകാർ നമ്മോട് പറയുന്നത് ഒരുപക്ഷെ അതിൽ കൂടുതൽ പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അതിനുവേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് മണ്ണ് മാറ്റുക എന്നുള്ളതാണ്. അതീവ ദുഷ്കരമാണ്. വലിയ തോതിൽ മണ്ണ് ഇവിടെ കുന്നുകൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മഴയും ഉണ്ട് എന്നുള്ളത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ മണ്ണ് അവിടെ നിന്നും ഈ ടണലിന്റെ ഗുഹാഭാഗത്തു നിന്നും ടണലിന്റെ മുഖത്തു നിന്നും പൊട്ടി വന്ന മണ്ണും ചളിയും വെള്ളവും ഒക്കെ താഴേക്ക് വന്നു. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിയുടെ അകത്തേക്ക് മണ്ണും ചളിയും ഒക്കെ അടിഞ്ഞു കയറി. തൊട്ടടുത്തൊരു വീടും ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ അവിടെയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. വീട്ടിലെ താമസക്കാർ അവരെ മറ്റ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പുറത്തായതിനാൽ അവിടെ ആളുണ്ടായിരുന്നില്ല. പള്ളിയിലും ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മണ്ണിടിച്ചിലല്ല ഈ നമ്മുടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂട്ടിയിട്ട മണ്ണല്ല ആണോ ഇപ്പോൾ ഇങ്ങനെ തടർന്നു വീണത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ജൂണിൽ കഴിഞ്ഞ മാസം എടുത്ത് അവിടെയുള്ളൊരു ദൃശ്യം പുറത്തു വന്നിരുന്നു. അതായത് ഈ തുരങ്കപാതയുടെ ഇരട്ട തുരങ്കത്തിന്റെ മുഖം ഭാഗത്ത്, ഫേസ് ഭാഗത്ത് തുരങ്കത്തിന് വേണ്ടി മാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ദുർബലമായ ഒരു സിമന്റ് പാളി കൊണ്ട് അവിടെ അതിങ്ങനെ മറച്ചിരിക്കുകയായിരുന്നു. അതിന്റെ പിറകിലായാണ് ഈ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ മലയും ആ കുന്നുമൊക്കെ ഉള്ളത്. അതായത് ഈ കാണുന്ന ആ പാറ തുരന്നാണ് തുരങ്കപാത പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. അവിടെ തുരങ്കത്തിനായി മാർക്ക് അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവിടെ അതിന്റെ മുൻഭാഗത്ത് കോൺക്രീറ്റ് കൊണ്ട് അല്ലെങ്കിൽ സിമന്റ് പാളി കൊണ്ട് അങ്ങനെ ഒരു വാൾ രൂപത്തിൽ ചെയ്തിരിക്കുകയായിരുന്നു. അതിന് പിറകിലാണ് വെള്ളവും മണ്ണും ഒക്കെ ഒന്നായി കൂടി നിന്ന് അവിടുന്ന് പൊട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് നാട്ടുകാർ പറയുന്നത് കൂട്ടിയിട്ട മണ്ണ് മാത്രമല്ല വന്നത്, അവിടെ ഉണ്ടായിരുന്ന ആ മലയുടെ ഒരു ഭാഗം തന്നെ അടർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആ മണ്ണാണ് താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും ആ പ്ലാസ്റ്റിക് കവറിൽ കൂട്ടിയിട്ട ആ ഭാഗത്തു നിന്ന് എടുത്ത മണ്ണ് അവിടെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് അത് മൂടിയിട്ടിരിക്കുന്നു. ഇത് വലിയ ആശങ്ക ഉയർത്തുന്നതാണെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പലതവണ പരാതി പറയുകയും ചെയ്തിരുന്നു. ഏതായാലും നാട്ടുകാർ കുറച്ച് കാലങ്ങളായി ഈ വിഷയത്തിലുള്ള ആശങ്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രാദേശിക മാധ്യമപ്രവർത്തകരായ ഇവിടെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ മൊബൈൽ ഫോണിൽ പോലും ഈ പ്രദേശത്തുള്ള സൈറ്റ് സ്ഥലത്ത് വന്ന് മൊബൈൽ ഫോണിൽ പോലും ഈ ദൃശ്യങ്ങൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട ഫോൺ ചിത്രീകരിക്കാൻ തടസ്സം നിന്നിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ തരത്തിലുള്ള ഒരു നിയന്ത്രണത്തോടു കൂടിയാണ് വർക്ക് നടത്തിയത്. പക്ഷേ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയൊക്കെ ഉയർത്തിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലടക്കം പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ജാഗ്രത നിലനിന്നിരുന്നു. അപ്പോൾ ഓരോ വിഷയം അവിടെ ഉയരുന്നത് അതാത് രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടണമായിരുന്നു, പരിശോധിക്കപ്പെടണമായിരുന്നു. അത് ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിക്ക് സ്വാഭാവികമായും ചെയർമാനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഈ മഴക്കാലത്തൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത്തരം മേഖലകളിൽ അത് ഏറെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ഹൈലി ഫ്രജൈലായിട്ടുള്ള മേഖലകളിലൊക്കെ ഈ പരിശോധന വേണമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ കാര്യത്തിൽ എന്താണിപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന നിലയിലാണ്? അവിടെ നിന്നുള്ള മണ്ണ് ഇനിയിപ്പോൾ എന്തായാലും മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും മഴ കൂടി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ രീതിക്ക് എന്താണ് ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവരെ കണ്ടെത്തുക, 5 പേരെ മണ്ണിലടിയിൽപ്പെട്ട ആളുകളെ. അപ്പോൾ ഈ ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനൊക്കെ എന്ത് നടപടി നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്?
പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഒന്നും കൃത്യമായ ഒരു വിവരങ്ങൾ വിശദീകരണം നൽകാൻ ജില്ലാ ഭരണകൂടം അല്പം മുമ്പ് ജില്ലാ കലക്ടറുമായി മേഘശ്രീയുമായി സംസാരിച്ചിരുന്നു. അവർ പോലും ഇപ്പോൾ ആളുകളെ കാണാതായി ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായ ദൗത്യം. എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് സംബന്ധിച്ച് കാര്യങ്ങൾ ഇനി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പദ്ധതി പ്രദേശത്തുള്ള ഈ തുരങ്കപാത നിർദ്ദിഷ്ട തുരങ്കപാതയുടെ മുഖഭാഗത്തുള്ള ആ ഭാഗത്തുള്ള കുന്നിനോട് ചേർന്ന സ്ഥലമാണോ, ആ ഭാഗമാണോ ഇടിഞ്ഞത്, അതല്ല കൂട്ടിയിട്ട മണ്ണാണോ ഇടിഞ്ഞത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിലൊരു വ്യക്തത ആദ്യം തന്നെ വരേണ്ടതുണ്ട്, പ്രാഥമികമായി വരേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ തുരങ്കപാത നിർമ്മാണത്തിനായി തുരങ്കത്തിന് പ്രപ്പോസ് ചെയ്ത ആ സ്ഥലത്ത് അവിടെ അടയാളപ്പെടുത്തി അതിന്റെ മുഖം നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഈ ഇടിഞ്ഞ ഭാഗത്ത് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ഇടിഞ്ഞ ഭാഗത്തുള്ള ഭാഗമാണ് ഇടിഞ്ഞ ഭാഗമാണ്. അവിടെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ആ ഇടിഞ്ഞ ഭാഗമാണ്, ആ പാറയുടെ ഇടിഞ്ഞ ഭാഗമാണ് അവിടെ തുരങ്കപാതക്കായി രണ്ട് തുരങ്കത്തിനായി മാർക്ക് ചെയ്ത സ്ഥലം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഒരു മാർക്കുണ്ടായിരുന്നു. ഈ ജൂൺ 28-നായിരുന്നു അവിടെ ആദ്യത്തെ സ്ഫോടനം നടത്തേണ്ടിയിരുന്നത്. ഈ മഴ പ്രതികൂല കാലാവസ്ഥയായതിനാൽ തൽക്കാലം അത് നീട്ടിവെക്കുകയായിരുന്നു. ആ മാർക്ക് ചെയ്ത ഇടിഞ്ഞിരിക്കുന്നു എന്ന് വേണം പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ഇവിടെ നിന്നും കാണുമ്പോഴുള്ള ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ പ്രപ്പോസ് ചെയ്ത തുരങ്കപാതയുടെ ആ കുന്നിന്റെ, ആ മലയുടെ, ആ പാറയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പ്രാഥമികമായുള്ള ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ പദ്ധതിക്കെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുമെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നതാണ്. ഈ സർക്കാരിന്റെ കഴിഞ്ഞ കാലത്ത് പ്രതിപക്ഷത്തായിരുന്ന UDF ഇതുമായി ബന്ധപ്പെട്ട് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭരണത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പദ്ധതിക്കെതിരെയുള്ള ഒരു വിമർശനമൊന്നും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നില്ല. ഇപ്പോഴും ഈ പദ്ധതി അപകടമുണ്ടായതിനു ശേഷവും കൂട്ടിയിട്ട കുന്ന് മാത്രമാണ് ഇടിഞ്ഞത് എന്നുള്ളതാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ വരുന്ന വിശദീകരണവും അന്വേഷണവും പഠനവും ഒക്കെ നടത്തേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പാറയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞിരിക്കുന്നു, ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള മണ്ണും ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള വ്യക്തത ഇനി വരേണ്ടതുണ്ട്. അത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്, നയപരമായിട്ടുള്ള വിഷയം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുമ്പോൾ അന്ന് എങ്ങനെ ഇതിന് അനുമതി കിട്ടി, പാരിസ്ഥിതിക അനുമതി കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ അതിനെ ന്യായീകരിക്കുകയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശദമായി ഈ പ്രദേശത്ത് ഇനി ഇങ്ങനെ ഒരു സംഭവം, കാരണം 8.11 കിലോമീറ്റർ മേഖലയും ദൂരത്തിൽ ഇങ്ങനെ വയനാടിനെയും കോഴിക്കോടിനെയും കൂടി ബന്ധിപ്പിക്കേണ്ട ഒരു പാതയായി ഇത് വിഭാവനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നടപടികൾ പോകുമ്പോൾ വലിയ ആശങ്കകൾ ഇപ്പോൾ ഈ തുടങ്ങുന്ന ഇത്രയും സമയത്ത് ഇങ്ങനെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇനി അങ്ങോട്ടുള്ള പോക്കിലൊക്കെ ഇത്രത്തോളം ദുരന്തം ഉണ്ടാകുമോ തുടങ്ങിയ ആശങ്കകൾ ഈ പ്രദേശത്തെ മനുഷ്യർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്.